ഹലോ മക്കളെ, അപ്പോൾ നമ്മളുടെ ബയോളജിയുടെ ബൾബ് കത്തി സീരീസിലേക്ക് എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നമ്മളുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് അല്ലെങ്കിൽ അറിയാനും പ്രതികരിക്കാനും. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്റ്റാർട്ടിംഗ് ടോപ്പിക്, അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശം. ഓക്കെ, അപ്പോൾ ആ ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശം വെച്ച് തന്നെ നമ്മൾ എന്താണ് ഐശ്വര്യമായിട്ട് നമ്മൾ തുടങ്ങുകയാണ്. ഓക്കെ, ന്യൂറോൺ അല്ലെങ്കിൽ നമ്മുടെ നാഡീകോശം. അപ്പോൾ ഇതെൻ്റെ മക്കളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ടോപ്പിക്ക്. അപ്പോൾ മിസ് പെട്ടെന്ന് ഈ ഒരു കോൺസെപ്റ്റ് സമ്മറൈസ് ചെയ്തിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ എക്സാമിന് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ആ ചോദ്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശമാണ് സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് അല്ലേ, നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് നമ്മളുടെ ഈ ഒരു ന്യൂറോൺ എന്ന് പറയുന്നത്. അതിതെങ്ങനെ കാണാൻ, നമ്മളൊരു ചാഞ്ഞ മരം പോലെയാണ് കാണാൻ അല്ലേ, ഇങ്ങനെയാണ് നമ്മുടെ ന്യൂറോൺ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സാധനം പോകുന്നുണ്ട് അല്ലേ. അപ്പം നമ്മൾ ആദ്യം നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം അല്ലേ, മിസ് ഓരോരുത്തരായിട്ട് വരയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ മിസ് വരച്ചുകൊണ്ടിരിക്കുന്ന ഇയാളാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ സെൽ ബോഡി അല്ലെങ്കിൽ കോശ ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തുണ്ട്, നമ്മുടെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മമുണ്ട്. ആൻഡ് ഈ ഭാഗമാണ് നമ്മുടെ സെൽ ബോഡി അല്ലെങ്കിൽ കോശ ശരീരം, സെൽ ബോഡി അല്ലെങ്കിൽ കോശ ശരീരം എന്ന് നമ്മൾ പറയും. പിന്നെ നമുക്കിവിടെ ആരാ ഉള്ളത്, നമ്മുടെ സെൽ ബോഡിയിൽ നിന്ന് വരുന്ന ഷോർട്ടസ്റ്റ് ഫിലമെൻറ്റ് അല്ലേ, ഏറ്റവും നീളം കുറഞ്ഞ തന്തുവാണ് നമ്മളുടെ ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. മലയാളത്തിലും ഇതിന് നമ്മൾ എന്താ പറയുക, ഡെൻഡ്രോൺ എന്ന് തന്നെയാണ് പറയുക. ഓക്കെ, ഇനി ഈ ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസ് ഉണ്ട് ഇവിടെ. ഈ ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുക മക്കളെ, ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസിനെയാണ് നമ്മൾ ഡെൻഡ്രൈറ്റ് എന്ന് പറയാം അല്ലേ. ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ ആണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയാം. ഈ ഡെൻഡ്രൈറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് വരുന്ന ഇമ്പൾസസിനെ, ആവേഗങ്ങളെ സ്വീകരിക്കുന്ന ഭാഗം ആരാണ്, നമ്മുടെ ഡെൻഡ്രൈറ്റ് ആണ്. എന്നിട്ട് അത് ആർക്ക് കൊടുക്കും, ഡെൻഡ്രോണിന് കൊടുക്കും. ഡെൻഡ്രോൺ അത് കോശ ശരീരം അല്ലെ സെൽ ബോഡിക്ക് കൊടുക്കും. അങ്ങനെ നമ്മുടെ സെൽ ബോഡി അല്ലെങ്കിൽ കോശ ശരീരത്തിൽ നിന്ന് ഈ ആവേഗങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ആ ലോങ്ങസ്റ്റ് ഫിലമെൻറ്റ്, ഏറ്റവും നീളം കൂടിയ തന്തുവാണ് നമ്മളുടെ ആക്സോൺ. ആക്സോൺ മലയാളത്തിൽ നമ്മളിതിന് ആക്സോൺ എന്ന് തന്നെ പറയും. അപ്പോൾ ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസ് ഡെൻഡ്രൈറ്റ് ആണെങ്കിൽ നമ്മൾ ആക്സോണിൻ്റെ ബ്രാഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുക, ആക്സോണൈറ്റ് എന്ന് പറയുക, ആക്സോണൈറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഭാഗമാണ് നമ്മളുടെ ആക്സോണൈറ്റ്. ആക്സോണൈറ്റ്. ഇനി ആക്സോണൈറ്റിൻ്റെ ടിപ്പിൽ കാണുന്ന ബൾബ് പോലത്തെ സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, നമ്മളുടെ ബൾബ് കത്തി സീരീസ് പോലെ ആക്സോണൈറ്റിൻ്റെ ടിപ്പിൽ കാണുന്ന ബൾബ് പോലത്തെ സ്ട്രക്ചേഴ്സാണ് നമ്മളുടെ സിനാപ്റ്റിക് നോബ്. എന്താ പറയും, സിനാപ്റ്റിക് നോബ്. ഓക്കെ, സിനാപ്റ്റിക് നോബ്, സിനാപ്റ്റിക് നോബ്. അപ്പോൾ ഇതിൻ്റെ എല്ലാവരുടെയും ഫങ്ഷൻസ് എൻ്റെ മക്കൾ നല്ല അടിപൊളിയായിട്ട് വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും മിസ് ഷ്വാൻ സെല്ലിന് അടയാളപ്പെടുത്താൻ മറന്നു എന്നായിരിക്കും നിങ്ങൾ പറയുന്നത്. അപ്പോൾ നമ്മളുടെ ആക്സോണിനെ ഇങ്ങനെ ആവരണം ചെയ്തുകൊണ്ട്, ഇങ്ങനെ കവർ ചെയ്തുകൊണ്ട് നമ്മളുടെ ഷ്വാൻ സെല്ലുണ്ട്. ഷ്വാൻ സെൽ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എൻസർക്കിൾ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്, നമ്മുടെ മൈലിൻ ഷീത്ത് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഷ്വാൻ സെല്ല് നമ്മുടെ ആക്സോണിനെ റിപ്പീറ്റഡ് ആയിട്ട് കവർ ചെയ്ത് മൈലിൻ ഷീത്ത് ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മുടെ ആക്സോണിനെ കവർ ചെയ്ത ആളെ കാണിച്ചു. ഇനി ഇവരുടെ ഓരോരുത്തരുടെയും ഫങ്ഷൻസ് പറയുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നോക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് ആവേഗങ്ങളെ സ്വീകരിക്കുന്ന ഭാഗം അല്ലേ, ഇവിടുത്തെ ഒരു ന്യൂറോൺ എന്ത് കൊടുക്കുകയാണ്, ആവേഗങ്ങളെ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഡെൻഡ്രൈറ്റ് ആണ് അത് സ്വീകരിക്കുക. നമ്മുടെ ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസ് ആയിട്ടുള്ള ഡെൻഡ്രൈറ്റ് എന്ത് ചെയ്യും, ആ ആവേഗങ്ങളെ സ്വീകരിക്കും അല്ലെ. റിസീവ് ഇമ്പൾസസ് ഫ്രം എഡ്ജസൻറ്റ് ന്യൂറോൺ ആൻഡ് പാസ് ഇറ്റ് ടു ഡെൻഡ്രോൺ. ഡെൻഡ്രൈറ്റ് അത് ആർക്ക് കൊടുക്കും, നമ്മുടെ ഡെൻഡ്രോണിന് കൊടുക്കും അല്ലേ. ഡെൻഡ്രോൺ എന്ത് ചെയ്യും, ഡെൻഡ്രോൺ അത് സെൽ ബോഡിക്ക് കൈമാറും. സെൽ ബോഡിയിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ആളാണ് നമ്മൾ ആക്സോൺ. ക്യാരി ഇമ്പൾസസ് അവേ ഫ്രം ദ സെൽ ബോഡി ഓർ ഔട്ട്സൈഡ് ദ സെൽ ബോഡി. സെൽ ബോഡിക്ക് അല്ലെ കോശ ശരീരത്തിന് പുറത്തേക്ക് നമ്മുടെ ആവേഗങ്ങളെ കൊണ്ടുപോകുന്ന ആളാണ് നമ്മുടെ ആക്സോൺ. അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അത് നേരെ കൊടുക്കുന്നത് ആർക്കാ, നമ്മുടെ ആക്സോണൈറ്റിനാണ് കൊടുക്കുന്നത്. ആക്സോണൈറ്റ് അത് എവിടെ എത്തിക്കും, നമ്മളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നതോടുകൂടി സിനാപ്റ്റിക് നോബ് പുറത്തേക്ക് എന്ത് സെക്രേറ്റ് ചെയ്യും, ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ നാഡീയ പ്രേഷകം സ്രവിക്കുന്നു. സിമ്പിൾ, കഴിഞ്ഞു.
ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ആളാണ് നമ്മളുടെ ന്യൂറോണ്, നമ്മളുടെ അതിലെ ഓരോ ഭാഗങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ മക്കളെ പറയുന്നത്, ഇവിടെ തന്നിട്ടുണ്ട് ആൾ. എന്താ പറയുന്നത്, ചിത്രം പകർത്തി വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക എന്നാണ് നമ്മളോട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചിത്രം പകർത്തി വരയ്ക്കാൻ പറഞ്ഞതുകൊണ്ട് മിസ് എന്ത് ചെയ്യുക, ഇവിടെ വരച്ചിട്ടുള്ള ഈ ഭാഗങ്ങളൊക്കെ മിസ് ഇങ്ങനെ മായ്ക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഇയാൾ അടയാളപ്പെടുത്താം. അല്ലെങ്കിൽ വേണമെന്നില്ല അല്ലേ, നമുക്ക് വരയ്ക്കാനത് നമുക്ക് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. അപ്പം നമ്മൾ നമ്മളുടെ ന്യൂറോണിനെ ഒന്നുകൂടി വരയ്ക്കും. അപ്പോൾ ചിത്രം പകർത്തി വരയ്ക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും നമ്മളുടെ ന്യൂറോണിനെ 5 സെക്കൻഡ് കൊണ്ട് മിസ്സിൻ്റെ കുട്ടികൾ നമ്മളുടെ ന്യൂറോൺ വരച്ച് കഴിഞ്ഞു. നമ്മൾ ആക്സോണൈറ്റ് വന്നു, സിനാപ്റ്റിക് നോബ് വന്നു, നമ്മളെ സെൽ ബോഡിയിൽ നിന്നുള്ള ഡെൻഡ്രോൺ വന്നു, ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസ് ആയിട്ടുള്ള ഡെൻഡ്രൈറ്റ് വന്നു. നമ്മൾ കഴിഞ്ഞു. ഓക്കെ, ഇവിടെ നമ്മളെ ന്യൂക്ലിയസ്, ഇവിടെ നമ്മളുടെ സൈറ്റോപ്ലാസം, ഇവിടെ നമ്മളുടെ മൈലിൻ ഷീത്ത്. കഴിഞ്ഞു. നമ്മളെ ന്യൂറോൺ ഇത്ര സിമ്പിളായിട്ടുള്ളൊരു പാവ ആളാണ് ആര്, നമ്മളെ ന്യൂറോൺ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ മക്കളെ, എന്താ പറഞ്ഞിരിക്കുന്നത്, ബാക്കി കാര്യങ്ങൾ എന്താ പറഞ്ഞേ, ലോങ്സ്റ്റ് ഫിലമെന്റ് ഫ്രോം ദ സെൽ ബോഡി, കോശ ശരീരത്തിൽ നിന്ന് നീളം കൂടിയ തന്തു. ഏതാണ് ലോങ്സ്റ്റ് ഫിലമെന്റ്, നമ്മുടെ കോശ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നമ്മുടെ ഫിലമെന്റ് ആണ്. യെസ്, ഏതാണ്, എൻ്റെ കുട്ടികളെല്ലാവരും ഇപ്പോൾ പറയുന്നുണ്ടെന്ന് മിസ്സിനറിയാം, അതാണ് നമ്മുടെ ആക്സോൺ. അപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തുന്നു, നമ്മളുടെ ആക്സോൺ ആണ്. ആക്സോൺ കിട്ടിയില്ലേ, എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും കിട്ടിയില്ലേ ആക്സോൺ. ഇനി അടുത്തത് എന്താ പറഞ്ഞേ, സെക്രീറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ, നാഡീയ പ്രേഷകം സ്രവിക്കുന്നു. ആരാ മക്കളെ നാഡീയ പ്രേഷകം സ്രവിക്കുന്നത്, അല്ലേ, നമ്മുടെ ആവേഗങ്ങൾ എവിടെ എത്തും, സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ സിനാപ്റ്റിക് നോബാണ് എന്ത് ചെയ്യുന്നത്, ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ നാഡീയ പ്രേഷകം സ്രവിക്കുന്നത്. സിനാപ്റ്റിക് നോബ്. ഓക്കെ, സിനാപ്റ്റിക് നോബാണ്. ഇനി അടുത്തത് ഒരാളും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് എത്ര മാർക്സ് കിട്ടിയെന്ന് അറിയാവോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താ, പാർട്ട് ദാറ്റ് റിസീവ് ഇമ്പൾസസ് ഫ്രം adjacent ന്യൂറോൺ, തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് ഇമ്പൾസസിനെ റിസീവ് ചെയ്യുന്നു. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് ആവേഗങ്ങളെ സ്വീകരിക്കുന്ന ഭാഗമാണ് നമ്മളുടെ സിമ്പിൾ അല്ലേ, നമ്മളുടെ ആരാണ്, ഡെൻഡ്രൈറ്റ് ആണത്. ആൾ മാറിപ്പോയി. അതാണ് നമ്മുടെ ഡെൻഡ്രൈറ്റ് അല്ലേ, സി എന്ന് പറയുന്നത് നമ്മുടെ ഡെൻഡ്രൈറ്റ് ആണ്. ഡെൻഡ്രൈറ്റ് നമ്മൾ മലയാളത്തിൽ എഴുതുന്നുണ്ടേ മിസ്, ഡെൻഡ്രൈറ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഭാഗം എന്താ പറഞ്ഞത്, പാർട്ട് ദാറ്റ് റിസീവ് പറഞ്ഞു, ക്യാരി ഇമ്പൾസസ് ടു ദ സെൽ ബോഡി, കോശ ശരീരത്തിലേക്ക് ആവേഗങ്ങളെ കൊണ്ടുപോകുന്നു. കോശ ശരീരത്തിലേക്ക്. അപ്പം നമ്മളുടെ തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് ഡെൻഡ്രൈറ്റ് അത് വാങ്ങി കോശ ശരീരത്തിലേക്ക് കൊടുക്കുന്നത് ആരാണ്, നമ്മളെ സെൽ ബോഡിയിലേക്ക് ആവേഗങ്ങളെ കൊടുക്കുന്നത് ആരാണ്, നമ്മളുടെ ഡെൻഡ്രോൺ ആണ്. സോ ഡി കംസ് ഡെൻഡ്രോൺ. അപ്പം നമുക്ക് 3 മാർക്സ് ആണ് കേട്ടോ മക്കളെ കിട്ടിയത്. ഡെൻഡ്രോൺ 3 മാർക്സ്. 4 ഭാഗങ്ങൾ അടയാളപ്പെടുത്തുന്നതിന് ഹാഫ് ഈച്ച് 2 മാർക്ക്, പിന്നെ ഈ ഒരു ഡയഗ്രാം വരയ്ക്കുന്നതിന് 1 മാർക്ക്. അങ്ങനെ എൻ്റെ മക്കൾ സക്സസ്ഫുള്ളി 3 മാർക്സ് കയ്യിലാക്കിയോ? ഷുവറായിട്ടും എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ കംസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കണ്ടോ, ഇതേപോലത്തെ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ 2022 ക്വസ്റ്റ്യൻ ആണ്. ഇത് മോഡൽ എക്സാം മാർച്ച് എക്സാം 2021 ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്, ഐഡൻറ്റിഫൈ ദ സെൽ, ഈ ഒരു കോശത്തിനെ തിരിച്ചറിയുക. ഏതാ ഈ കോശം? നമ്മുടെ നെർവ് സെല്ലാണല്ലേ, നെർവ് സെൽ അല്ലെങ്കിൽ ന്യൂറോൺ ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, നാഡീകോശം. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, നെയിം ദ പാർട്സ് ലേബിൾഡ് എ ബി. എ എന്നും ബി എന്നും അടയാളപ്പെടുത്തിയിരിക്കുന്ന ആൾക്കാരുടെ പേരെഴുതുക. സിമ്പിൾ. ലോങ്സ്റ്റ് ഫിലമെൻ്റ് ആണല്ലോ ബി കാണിച്ചത്, നീളം കൂടിയ തന്തു, അത് നമ്മൾ ആക്സോൺ ആണ്. ബി എന്ന് പറയുന്നത് നമ്മളുടെ ആക്സോൺ ആണ്. ആക്സോൺ. ആൻഡ് എ ഏതാ മക്കളെ, നമ്മളുടെ ഡെൻഡ്രോണിനെയാണ് കാണിച്ചിരിക്കുന്നത്, നമ്മളുടെ നീളം കുറഞ്ഞ തന്തുവിനെയാണ് കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഡെൻഡ്രോൺ. ഓക്കെ, ഇനി എന്താ പറഞ്ഞത്, നമ്മളുടെ റൈറ്റ് ഡൗൺ ദ ഫങ്ഷൻ ഓഫ് സി, സിയുടെ ധർമ്മം എഴുതുക. സി ഏതാ മക്കളെ, നമ്മളുടെ ബൾബ് സീരീസിന് കണക്കാക്കി വന്നതാണെന്ന് തോന്നുന്നു, ബൾബ് പോലത്തെ ആ സ്ട്രക്ചർ അല്ലേ. സിയുടെ ധർമ്മം എന്ന് പറയുമ്പോൾ സിനാപ്റ്റിക് നോബ് എന്ത് ചെയ്യുന്നു, സെക്രീറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ എന്തെഴുതും, സി എന്താണ്, നമ്മുടെ സിനാപ്റ്റിക് നോബാണ് അല്ലേ, സിനാപ്റ്റിക് നോബ്. നാഡീയ പ്രേഷകം സ്രവിക്കുന്നു.
നാഡീയ പ്രേഷകം സ്രവിക്കുന്നു. നാഡീയ പ്രേഷകം സ്രവിക്കുന്നു. കിട്ടിയില്ലേ? ഓക്കെ. അപ്പോൾ നമ്മളെ ന്യൂറോണിൻ്റെ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന് എൻ്റെ മക്കൾക്ക് മനസ്സിലായോ? അപ്പോൾ എൻ്റെ മക്കൾക്ക് ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശം എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പ്രശ്നമുള്ളതൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാകുന്ന മിസ് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് മിസ് ഇതേ ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ തരാണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ പാർട്സ് അടയാളപ്പെടുത്തിയില്ലേ, ഓരോ ഭാഗങ്ങൾ നമ്മളിവിടെ അടയാളപ്പെടുത്തിയില്ലേ. എന്തൊക്കെ ചെയ്തു? നമ്മൾ ഡെൻഡ്രൈറ്റിൽ നിന്ന് നമ്മൾ ആവേഗങ്ങൾ എങ്ങോട്ട് വന്നു? ഡെൻഡ്രൈറ്റിൽ നമ്മൾ ആവേഗങ്ങൾ മിസ് ഇപ്പോൾ ആ ഒരു ലൈറ്റൊക്കെ വെച്ച് കാണിച്ചില്ലേ. ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, കോശശരീരം, ആക്സോൺ, പിന്നെ നമ്മൾ ആക്സോണൈറ്റിൽ നിന്ന് സിനാപ്റ്റിക് നോബിലേക്ക്. ഈ ഒരു പാത്വേയിലൂടെയാണ് നമ്മൾ ആവേഗങ്ങൾ പോകുന്നത് അല്ലേ. അപ്പോൾ അതേപോലെ മിസ് ആ കാണിച്ചിരിക്കുന്ന അതേപോലത്തെ ഒരു ക്വസ്റ്റ്യനാണ് എൻ്റെ മക്കൾക്ക് ഹോംവർക്ക് ആയിട്ട് വെക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഈ ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂറോൺ എന്ന് പറയുന്ന ഭാഗം അല്ലെങ്കിൽ നാഡീകോശത്തിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും എൻ്റെ മക്കൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മളെ ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശം തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കൺസ്ട്രക്ട് എ ഫ്ലോ ചാർട്ട്. ഒരു ഫ്ലോ ചാർട്ട് എഴുതുക. ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്. ന്യൂറോണിൽ നിന്ന് ഇവിടെ നിന്ന് അവിടേക്ക് ആവേഗങ്ങൾ ഏതിലൂടെയൊക്കെയാണ് പോവുക? ഇതിൽ നിന്ന് ഇവിടെ നിന്ന് എങ്ങനെയാണ് ആവേഗങ്ങൾ പോകുന്നത്? ആദ്യം ആരുടെ അടുത്തെത്തും, പിന്നെ ആരുടെ അടുത്തെത്തും, പിന്നെ ആരുടെ അടുത്തെത്തും? ന്യൂറോണിലൂടെയുള്ള ആവേഗങ്ങളുടെ പ്രേഷണം ഒരു ഫ്ലോ ചാർട്ടായിട്ട് എഴുതാം. അപ്പോൾ ഇതുകൂടി എൻ്റെ മക്കൾ എഴുതി കഴിഞ്ഞാൽ ഫുൾ സെറ്റാണ്. എൻ്റെ കുട്ടികൾ ന്യൂറോൺ എന്ന ഭാഗം അരച്ച് കലക്കി കുടിച്ചു കഴിഞ്ഞു എന്ന് മിസ്സിന് ഉറപ്പിക്കും. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും ഓക്കെ, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലൊക്കെ വേറെ ലെവലിലേക്ക് ബൂസ്റ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ കൂടിയാണിത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? കമൻറ്റ് സെക്ഷനിൽ നമ്മളുടെ ഈ ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയുക. ഓക്കെ. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമ്മളിനി നെക്സ്റ്റ് ടോപ്പിക്കിൽ കാണുന്നതായിരിക്കും. ഓക്കെ.